നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ? പലതരത്തിലുള്ള മീഡിയാസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ മീഡിയം is a means of transmitting or conveying a message. മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു മെസ്സേജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു മീൻസ്, ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മളിവിടെ മീഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To make communication more effective, approximate medium has to be chosen to meet the particular situation. അതായത് നമുക്ക് കൂടുതൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആവണമെങ്കിൽ, അതായത് വളരെ നന്നായിട്ട് അത് രൂപപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മെസ്സേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന് വളരെ പ്രാധാന്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളത് തെറ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷനെ, അതായത് നമ്മൾ ആ ആശയവിനിമയം നടത്തുന്നതിനെ അത് ബാധിക്കും എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സെലക്ഷൻ ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലാണ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സക്സസ് അടങ്ങിയിരിക്കുന്നത്. മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഓറൽ ആൻഡ് റിട്ടൺ. രണ്ട് തരത്തിലാണ് നമ്മൾ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓറലായിട്ടും ത്രൂ വേർഡ്സ് ആയിട്ടും, അതുപോലെ തന്നെ റിട്ടൺ മെത്തേഡിലുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മളിനി ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഓറൽ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു, പല തരത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ നോക്കാം, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ടെലി കോൺഫറൻസിങ്, ആൻഡ് നെക്സ്റ്റ് ഈസ് വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിങ്, ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻ്റർകോം, നെക്സ്റ്റ് ഈസ് റേഡിയോ, ദെൻ ടെലിവിഷൻ, പബ്ലിക് സ്പീച്ച് ഓർ ലെക്ചർ. ഇത് നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള വേർഡ്സ് തന്നെയാണ് ഈ ഓറൽ കമ്മ്യൂണിക്കേഷനിലെ ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ കാണുന്നത്. ഓരോന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിളാണെങ്കിലും നമുക്കിത് എസ്സേ മോഡലായിട്ട്, ഈ മൊഡ്യൂളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ക്ലാസിഫിക്കേഷനും എല്ലാം എസ്സേ മോഡലിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ അതിൻ്റേതായ മീനിങ്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ അത് എക്സാമിന് നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എനിക്കറിയണതാണ്, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അധികം നല്ലതല്ല. ബിക്കോസ് പഠിക്കണം, അത് എഴുതാൻ കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, ഇത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാതും നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സ് തന്നെയാണ്. പക്ഷേ നമുക്ക് ബൈ റിട്ടൺ ഫോർമാറ്റിലാണ് എക്സാം നടത്തുക എന്നറിയാമല്ലോ. അപ്പോൾ അത് എഴുതാൻ കൂടി നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ടേംസിലുള്ള മീനിങ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ. അപ്പം നമുക്കിനി എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഹാസ് ഗോട്ട് മെനി ഫോംസ്. സം ആർ one-to-one meetings, either scheduled or conducted at spur of the moment. Others involve small groups of people gathering spontaneously for informal meetings. എന്താണ് ഇവിടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ, മുഖത്തോട് മുഖം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതിന് പലതരത്തിൽ നമുക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ അല്ലെങ്കിൽ 1-to-1 മീറ്റിങ്സ്, ഐദർ നമ്മൾ ഒരു മീറ്റിംഗ് അതേപോലെ തന്നെ വേറൊരു മീറ്റിംഗ്, ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഒന്നുകിൽ മുൻകൂട്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതായത് ഇത്ര സമയത്തിന് നമ്മൾ ഇവിടെ റെഡി ആയിരിക്കണം. നമ്മൾ മുന്നേ ക്ലാസ്സിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ 9:30 ടുമാറോ 9:30ക്ക് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളത് നമ്മളൊരു മീറ്റിംഗ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. അത് അല്ലെങ്കിൽ ഓർ കണ്ടക്റ്റഡ് അറ്റ് സ്പർ ഓഫ് ദ മൊമെൻറ്റ്, അതായത് അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, സ്പർ എന്ന് പറയുമ്പോൾ ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നൊരു ആവശ്യം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ
ഉണ്ടാക്കുന്ന മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1-to-1 മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് ആ മോമെൻറ്റിനനുസരിച്ച് അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തരം ഫേസ് ടു ഫേസ് മീറ്റിംഗ്സ് ആയിരിക്കും എന്നാണ്. അത് മാത്രമല്ല, ഇറ്റ് ഇൻവോൾവ് സ്മോൾ ഗ്രൂപ്പ്സ്. ഇതിൽ എങ്ങനെയായിരിക്കും, കുറച്ച് അല്ലേ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും, അവർ പെട്ടെന്ന് വന്ന് ഫോം ചെയ്യാനായിട്ടുള്ളതായിരിക്കും. ഗ്യാതറിങ് സ്പോണ്ടേനിയസ്ലി ഫോർ ഇൻഫോർമൽ മീറ്റിംഗ്സ്. ഇതിൽ ഇൻഫോർമൽ മീറ്റിംഗ്സും ഉണ്ടാവും. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞാണ് ഫോർമൽ മീറ്റിംഗ്സ് ഉണ്ട്, ഇൻഫോർമൽ മീറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഇൻഫോർമൽ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് എപ്പോഴും അൺഒഫീഷ്യൽ ആയിരിക്കും. അത് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും അവിടെ ഒരു തിരക്ക് കണ്ടു, അല്ലെങ്കിൽ ഒരാൾ എന്തോ ഒരു കാര്യം പറയുന്നു, അപ്പോൾ അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി നമ്മളൊന്ന് പോയിട്ട് എത്തി നോക്കി നിൽക്കുക. അപ്പോൾ നമ്മളറിയാതെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഇങ്ങനെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുകയോ കാണുകയോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് പോയി നിന്ന് എന്താണ് വിവരം എന്ന് തിരക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഗോസിപ്പ് പറയുക, അതൊക്കെയാണ് ഈ ഇൻഫോർമൽ മീറ്റിംഗ്സിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ടേംഡ് ആസ് റിച്ചസ്റ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ്, ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും റിച്ചസ്റ്റ് ഫോംസ് എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് നമ്മളെപ്പോഴും മുഖത്തോട് മുഖം തമ്മിൽ ആൾക്കാർ ഇരുന്നാൽ മാത്രമേ നമുക്കൊരു കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നടക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് വില മതിക്കുന്നത്, എപ്പോഴും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് വരുന്നത് ടെലികോൺഫറൻസിങ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Through teleconferencing, people can talk with one another as if they are sitting together in one room by linking one telephone number with other numbers simultaneously. ഇതെന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ടെലികോൺഫറൻസിങ് പലരും ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെലിഫോൺ നമ്പർ വെച്ച് ആ നമ്പറിൽ നിന്ന് മറ്റുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഓരോരുത്തരെയും നമ്മൾ കണക്ട് ചെയ്തിട്ട് എല്ലാവരെയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു നമ്പറിൽ നിന്നുള്ള കോൾ തന്നെ മറ്റുള്ള എല്ലാ നമ്പറിലേക്കും വിളിച്ച് കണക്ട് ചെയ്ത് അങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മളിരുന്ന് സംസാരിക്കണേ നമുക്ക് ടെലികോൺഫറൻസിങ് എന്ന് പറയാം. അത് നമ്മളൊരു റൂമിലിരുന്നിട്ട് മറ്റുള്ളവരൊക്കെ വേറെ റൂമിലായിരിക്കാം, അവരെയൊക്കെ കൂടി നമ്മൾ ഒറ്റ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളിരുന്ന് സംസാരിക്കുന്നു. ആൻഡ് ഇറ്റ് സേവ്സ് ട്രാവലിംഗ് എക്സ്പെൻസ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും നമുക്ക് പോകണ്ട അല്ലേ. ഇപ്പോൾ ട്രാവലിങ്ങിനുള്ള എക്സ്പെൻസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബട്ട് ഇറ്റ്സ് economically unaffordable for small organization as it requires heavy expenditure. അതായത് ഇതിപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്ഥാപനമാണെങ്കിൽ, ചെറിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന റൂംസ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വരുന്ന സെറ്റിങ്സ്, ഫോൺ കണക്ഷൻസ്, അതുപോലെ തന്നെ റൂമുകൾ, അതിന് വേണ്ടിയിട്ട് വരുന്ന മറ്റ് സാധന സാമഗ്രികൾ എല്ലാം മറ്റ് നമ്പേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ മറ്റ് നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോൺ കണക്ഷൻസ് എന്തായാലും വേണം എന്നുള്ളതറിയാം. അവർക്ക് വേണ്ടിയിട്ടുള്ള സിറ്റിങ്സിനുള്ള അറേഞ്ച്മെൻറ്റ് വേണം. നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മളൊരു ഓഫീസ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മളിതൊക്കെ കണക്ട് ചെയ്ത് പറയണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് കുറച്ച് കൂടുതലായിട്ട് വരും. കാരണം ബില്ലിൻ്റെ പേയ്മെൻ്റൊക്കെ അങ്ങനെ കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ കമ്പനി ആയിരിക്കും വഹിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന കോഴ്സിനും മറ്റ് ചിലവുകൾക്കൊക്കെ ഉള്ളത് നമ്മൾ കമ്പനി അത് എടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള ബിൽസൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്മോൾ ഓർഗനൈസേഷന് അതൊക്കെ താങ്ങാനുള്ള ഒരു ശേഷി കുറവായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് അത് എക്കണോമിക്കലല്ല, അവർക്കത് പര്യാപ്തമല്ല എന്നുള്ളതാണ് ഇവിടെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനി തേർഡ് വണ്ണാണ് വോയിസ് മെയിൽ. അത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം നമ്മൾ പുതിയ കമ്മ്യൂണിക്കേഷൻ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ടായാലും ഫോണിലായാലും ചെയ്യുന്നതാണ് വോയിസ് മെയിൽ ചെയ്യുക എന്നുള്ളത്. To overcome the telephone lag, the electronic message system of voicemail is used. The sender can leave the message in the system with the receiver who will pick it up later on. അപ്പോൾ ഈ വോയിസ് മെയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെലിഫോണിനുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്, അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരാളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമ്മുടെ കോൾ അവിടെ മിസ്സായി പോകുന്നു അല്ലേ, മിസ്ഡ് കോളായി പോകുന്നു. അപ്പോൾ ആ കറക്റ്റ് സമയത്തിന് നമ്മൾ എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നു, അത് പറയാൻ പറ്റാതെ നമുക്ക് ആ കോൾ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു മറുമരുന്നായിട്ടാണ് നമ്മളിവിടെ വോയിസ് മെയിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്,
നമ്മൾ വോയിസ് മെയിൽ അയക്കുമ്പോൾ ആ സെൻഡർക്ക് അത് വോയിസ് മെയിൽ അയച്ചിടാം അല്ലേ, സെൻഡ് ചെയ്തിടാം. അങ്ങനെയാണെങ്കിൽ ആ റിസീവർ എപ്പോഴാണോ അയാൾ ഫ്രീ ആവുന്നത്, തിരക്കിലാണെങ്കിൽ ഫ്രീ ആവുമ്പോൾ അയാളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇപ്പോൾ ഫോണാണെങ്കിൽ ഫോൺ, മെയിലാണെങ്കിൽ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ വോയിസ് മെയിൽ അവിടെ പോയിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്കത് എടുത്ത് പിന്നീട് നോക്കുമ്പോൾ നമ്മൾ എന്താണ് അയാളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് വോയിസ് ആയിട്ട് അയാൾക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കേൾക്കുന്നു. അപ്പോൾ ഫുള്ളായിട്ട് അത് കൺവേ ചെയ്തിട്ട് അയാൾക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് വോയിസ് മെയിലിൻ്റെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. The sender can be confident that the receiver will receive the message by listening to his voice. ഇവിടെ വേറൊരു കോൺഫിഡൻസും കൂടി വരികയാണ്. എന്താണ് കാര്യം, നമ്മൾ അയച്ച വോയിസ് മെയിൽ അയാൾ എന്തായാലും കേൾക്കും, അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യും, അത് അയാളുടെ കയ്യിലെത്തും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റിയില്ല, അയ്യോ നമ്മൾ അതിൽ ടെൻഷനാണ്, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അയാൾ റിസീവറുടെ കയ്യിൽ എത്തി, അയാൾക്ക് കിട്ടി എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് ഇരിക്കാവുന്നതാണ് സെൻഡർക്ക്. അപ്പോൾ എപ്പോഴെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും റിസീവറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കുള്ള റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ സെൻഡർക്ക് ഇരിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. ഫോർത്ത് വൺ നോക്കാം, വീഡിയോ കോൺഫറൻസിങ്. എന്താണ് വീഡിയോ കോൺഫറൻസിങ് നോക്കാം. ഇറ്റ് അലൗസ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ to hold interactive meetings with the help of equipments like a computer, web camera, ഇൻ്റർനെറ്റ് കണക്ഷൻ എക്സെട്ര. ഇവിടെ നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വീഡിയോ കോൺഫറൻസിങ് തന്നെയാണ്. പക്ഷേ പണ്ട് കാലത്ത് ഇവരിപ്പോൾ ഈ പറയുന്ന ഈ ഫസ്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് മീനിങ്ങിൽ പറയുന്നത്, ഇത് നമ്മൾ ആദ്യകാലത്തുള്ള ഒരു മീനിങ് വെച്ചിട്ടാണ് ഇവിടെ വീഡിയോ കോൺഫറൻസിങ് ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ട് നമുക്ക് കമ്പ്യൂട്ടർ ആയിരുന്നു, ഈ മൊബൈൽസിലൊന്നും അങ്ങനെ വീഡിയോ കോൾസ് അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. അപ്പം നമ്മൾ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വെബ് ക്യാമറയും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ കോൾ, ദാറ്റ്സ് വീഡിയോ കോൺഫറൻസിങ്, ഒന്നിലധികം ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ അല്ലെങ്കിൽ മീനിങ് അത് പഠിച്ചോളൂ, തെറ്റല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്, ആ രീതിക്ക് നമ്മൾ അതും കൂടി എഴുതേണ്ടതായിട്ട് ഇതിൽ വരും. ഓൾ പാർട്ടിസിപ്പൻസ് ഓഫ് ദ മീറ്റിംഗ് ഷുഡ് കം ഓൺലൈൻ അറ്റ് ദ സെയിം ടൈം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, എല്ലാ പാർട്ടിസിപ്പൻസും, ആ വീഡിയോ കോൺഫറൻസിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസും ഒരേ സമയം തന്നെ ഓൺലൈനിൽ എത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് നമുക്ക് തന്നെ അറിയാലോ, നമ്മളിപ്പോൾ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ഷെഡ്യൂളിൽ തന്നെയാണ് എല്ലാവരും ഒരുപോലെ ആ സമയത്തേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരാത്തവർക്കാണ് നമ്മൾ ഈ നമ്മുടേതായ രീതിയിൽ ക്ലാസ് വൈസ് ആയിട്ട് നമ്മൾ ആബ്സെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഒരു റെഗുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു കറക്റ്റായിട്ടൊരു ഫോർമലായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കോളിലായാലും മീറ്റിങ്ങിലായാലും നമ്മൾ കറക്റ്റ് ഒരു സമയം പറയുന്നത്. ആ സമയത്തിനനുസരിച്ച് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ്. Then, images, documents can also be exchanged through video conferencing. വീഡിയോ കോൺഫറൻസിങ് വഴി നമുക്ക് സംസാരം മാത്രമല്ല, അതായത് നേരിട്ട് കണ്ടിട്ടുള്ള സംസാരം മാത്രമല്ല, അതുകൂടാതെ നമുക്ക് ഇമേജസോ ഡോക്യുമെൻറ്റ്സോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മൾ പല പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രീനും നമുക്ക് ഈ ഓൺലൈൻ കോൾ വഴി നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ മൊത്തമായിട്ട് ഈ മീനിങ് കൂടി നിങ്ങളിതിൽ പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതണമെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ അല്ലെങ്കിൽ ത്രൂ എത്ര കണക്ഷൻ ഉണ്ട്, ആ കണക്ഷൻ വഴി നമുക്ക് എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ള, അങ്ങനെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഇത് മാത്രം എഴുതണമെന്നില്ല. ഈ നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് വൺ ആണ്, ഇൻ്റർകോം. എന്താണ് ഇൻ്റർകോം നോക്കാം. ഇറ്റ്സ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് അലോയിങ് വൺ വേ ഓർ ടു വേ കമ്മ്യൂണിക്കേഷൻ വിത്ത് ലൗഡ് സ്പീക്കർ. ഇവിടെ നമ്മൾ ഇൻ്റർകോം എന്നുള്ള വേർഡ് ചിലപ്പോൾ അധികം കേട്ട് കാണില്ലെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അത് മിക്കവാറും അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇവിടെ ഡെഫിനിഷനിൽ നമ്മൾ വൺ വേ ഓർ ടു വേ കമ്മ്യൂണിക്കേഷൻ വിത്ത് ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും മിക്കവാറും നടക്കുക. ഇൻ്റർകോംസ് in larger buildings often function as public address system
capable of broadcasting announcement, etc. A small home intercom might connect a few rooms in a house. Larger system might connect all of the rooms in a school or hospital to a central office. ഇതിൽ പറയുന്നത് അതായത് ഇൻ്റർകോംസ് ഇൻ ലാർജർ ബിൽഡിങ്സ്, അതായത് വലിയ കെട്ടിടങ്ങളിലൊക്കെയാണ് ഈ ഇൻ്റർകോം ഫെസിലിറ്റി സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി അത് നമ്മൾ വലിയ ബിൽഡിങ്സിലൊക്കെ ആകുമ്പോൾ അത് ഒരുപാട് ജനങ്ങളെ, അതായത് പൊതുജനങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇൻ്റർകോം ഉപയോഗിക്കുന്നത്, അതായത് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് കേപ്പബിൾ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്, അതായത് ഒരുപാട് ആളുകൾ കേൾക്കാൻ തക്ക വിധം നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, അവർക്ക് അത് അയച്ചു കൊടുക്കണമെങ്കിൽ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യം അവരിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻ്റർകോം ഉപയോഗിക്കുക. അപ്പോൾ സിംപ്ലി നിങ്ങൾക്കിത് കേട്ടതിൽ നിന്ന് എന്തായിരിക്കും ഇൻ്റർകോം എന്ന് മനസ്സിലായോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്ക് സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കുകൾ, സ്പീക്കറുകൾ ആണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ മീനിങ്ങും വരിക. അപ്പോൾ ഇനി ആ മൈക്ക് അല്ലെങ്കിൽ സ്പീക്കർ, ഇനി അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഇനി വായിച്ചു നോക്കൂ. ഇപ്പോൾ സിമ്പിളായിട്ട് തോന്നും. ഒരു ചെറിയ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വീട്ടിൽ എ സ്മോൾ ഹോം ഇൻ്റർകോം മൈറ്റ് കണക്ട് എ ഫ്യൂ റൂംസ്. നമ്മുടെ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് റൂമിലാണ് സ്പീക്കർ വെച്ചിരിക്കുന്നതെങ്കിൽ അത് മറ്റ് റൂംസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സ്ഥലത്ത് കേൾക്കുന്നത് തന്നെ മറ്റു റൂമിലേക്കും കണക്ട് ചെയ്ത് ഉച്ചത്തിൽ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ലാർജർ സിസ്റ്റം മൈറ്റ് കണക്ട് ഓൾ ഓഫ് ദി റൂംസ് ഇൻ എ സ്കൂൾ ഓർ ഹോസ്പിറ്റൽ ടു എ സെൻട്രൽ ഓഫീസ്. അതേപോലെ തന്നെ വലിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്കൂളോ കോളേജോ ഹോസ്പിറ്റലോ ഒക്കെയാണ്, അവിടെയാണ് ഇൻ്റർകോം സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു സെൻട്രൽ ഓഫീസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ആ ആശുപത്രി മുഴുവനും അതുപോലെ തന്നെ സ്കൂൾ മുഴുവനും കോളേജ് മുഴുവനും കേൾക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു വന്നിട്ടുള്ളവരാണ്, കോളേജസിലും അതുണ്ട്. നമ്മുടെ അവിടെ ഇല്ലെങ്കിൽ പോലും ഉള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓഫീസിലിരുന്ന് ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഒരുപാട് ക്ലാസ്സുകളിൽ കുട്ടികൾ ഉണ്ടാവില്ലേ, അപ്പോൾ ഓരോ ക്ലാസ്സുകളിലെയും സ്റ്റുഡൻസിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയിക്കണമെങ്കിൽ ഓരോ ക്ലാസ്സിലും മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, സ്പീക്കറായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പം മൈക്കിൽ കൂടെ ഈ മേധാവി, അതായത് നമ്മുടെ പ്രിൻസിപ്പളോ ഹെഡ് മിസ്ട്രസ് ആരാണെന്ന് വെച്ചാൽ അവർ ഓഫീസിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് വൈസ് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ മെസ്സേജിൻ്റെ ക്ലാരിറ്റിയോ പറയുന്ന കാര്യങ്ങൾ മിസ്സാക്കാതെയോ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേറൊരാൾ പറഞ്ഞു കേട്ട് പറയുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് മൈക്കിൽ സ്റ്റുഡൻസ് യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പൊതുജനങ്ങളോട് നമ്മൾ പറയുകയാണെങ്കിൽ, പുറമേയുള്ള വലിയ ബിൽഡിങ്സൊക്കെ അനൗൺസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പബ്ലിക് യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നിൽക്കും, എന്താണ് പറയാൻ പോകുന്നത്, ശ്രദ്ധയ്ക്ക് എന്നാണല്ലോ പറയണത്. അപ്പം നമ്മൾ അടുത്തൊക്കെ ഈ ഓട്ടോയിലോ അല്ലെങ്കിൽ മറ്റ് ടാക്സികളിലൊക്കെ ഓരോ അനൗൺസ്മെൻറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഇൻ്റർകോമിന് എക്സാമ്പിളാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക എപ്പോഴും. അപ്പോൾ ഇത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് ജനങ്ങളെ കവർ ചെയ്തിട്ട് മെസ്സേജിൻ്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർകോം ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് ക്ലാരിഫൈഡ് ആയിട്ടുള്ള മെസ്സേജസ് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇത് നമ്മളിപ്പോഴും യൂസ് ചെയ്ത് വരുന്നത് ഇൻ്റർകോം മെത്തേഡ് തന്നെയാണ്. നമ്മളിപ്പോൾ സ്കൂളിലായാലും അതുപോലെ ഹോസ്പിറ്റലിലായാലും പല അനൗൺസ്മെൻറ്റ്, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലായിടത്തും അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി 6th വൺ നോക്കുക, റേഡിയോ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ FM റേഡിയോസ് അതൊക്കെ വന്നത് വഴി വീണ്ടും റേഡിയോസിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു 80% ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ടെലിവിഷൻ്റെ അത്ര എഫക്റ്റീവ് അല്ലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് തന്നെയാണ് ഇപ്പോൾ റേഡിയോസിൽ കിട്ടുന്നത്. ഇനി എന്താണ് റേഡിയോ നോക്കാം. It was a unique among the methods of dramatic presentation that used only sound. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഇതിൽ വിഷ്വൽ ഇല്ല അല്ലേ. റേഡിയോയിൽ എപ്പോഴും നമ്മൾ വോയിസ് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ വോയിസ് എത്ര നന്നായിട്ട് ഏത് മോഡുലേഷനിൽ പറയുന്നു എന്നുള്ളതനുസരിച്ചാണ് അവിടുത്തെ നമ്മുടെ ആ ഒരു എഫക്റ്റീവ്നെസ് വരിക. അവരുടെ ഒരു പവർ, അവരുടെ ഒരു എനർജി, അതാണ് ഓരോ റേഡിയോ സ്റ്റേഷനുകളെയും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
Commercial radio broadcast included not only news and music but dramas, comedies, variety shows and many other forms of entertainment. ഇന്നത്തെ ഒരു സ്ഥിതിഗതിയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ക്ലബ് എഫ് എം, അതുപോലെ തന്നെ 91.1, 95 അങ്ങനെ പല പല റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. അവരൊക്കെ പരസ്പരം കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാണ്. അപ്പോൾ അവരിൽ എന്ന് പറഞ്ഞാൽ വെറുതെ ന്യൂസ് അതുപോലെ തന്നെ പാട്ടുകൾ മാത്രമല്ല അല്ലേ, അവർ ഡ്രാമാസ് ചെയ്യുന്നുണ്ട്, അവർ സ്കിറ്റുകൾ അല്ലെങ്കിൽ അവരുടെ വോയിസ് വഴി പല പല കോമഡീസ് നമുക്ക് കേൾക്കുന്നുണ്ട്. പല വെറൈറ്റി ഷോസ്, സമ്മാനങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടുന്ന തരത്തിൽ നമ്മളെ വിളിച്ച് ഫോൺ ചെയ്ത് പറ്റിക്കുന്ന അങ്ങനെ ഒരുപാട് നല്ല നല്ല നമുക്ക് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന പരിപാടികളാണ് ഇപ്പോൾ റേഡിയോ സ്റ്റേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഇത്രയേ ഉള്ളൂ. അത് കമ്മ്യൂണിക്കേഷൻ മീഡിയം തന്നെയാണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. അതിൽ നമുക്ക് ഇപ്പം റേഡിയോൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുന്ന തരത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കുക. 1-2 സെൻറ്റൻസ് ഈ പറഞ്ഞത് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി നോക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോകാം. 7th one is television. Television is a widely used telecommunication system for broadcasting and receiving moving pictures and sound over a distance. ടെലിവിഷന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ഡെഫിനിഷനോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെന്നും കാണുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ടെലിവിഷനിൽ എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ മൂവിങ് പിക്ചേഴ്സ് ആൻഡ് സൗണ്ട് ഓവർ എ ഡിസ്റ്റൻസ്, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയേണ്ട പോയിൻറ്റും അത് തന്നെയാണ്. അതായത് നമ്മൾ വെറുതെ ഒരു പിക്ചർ കാണിക്കല്ല, അതിനൊരു പിക്ചറിന് തന്നെ ഒരു മൂവിങ് എഫക്റ്റ് കൊടുക്കുന്നു. അതേസമയം തന്നെ അത് കൂടുതൽ സൗണ്ട്, ഡിസ്റ്റൻസിലുള്ള സൗണ്ടും അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അത് വേറൊരു സമയത്ത് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന മൂവിങ് പിക്ചേഴ്സാണ് നമുക്ക് ഈ സമയത്ത് അതിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സമയത്ത് നമ്മൾ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്റ്റൻസിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നമ്മളിരുന്ന് കാണുന്നതിനെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടെലിവിഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ടെലിവിഷൻസിൽ വരുന്ന ഷോസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് ഇപ്പം ന്യൂസുകളായാലും ഫിലിംസ് ആയാലും സോങ്സ് ആയാലും കോമഡി ഷോസ്, അങ്ങനെ ഡിബേറ്റ്സ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസാണ് നമുക്ക് ടെലിവിഷനിലുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ നേരത്തെ റേഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ഡ്രോബാക്സ് ഒന്നും ഇതിലില്ല, കാരണം അതിൽ വിഷ്വൽ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ടെലിവിഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വിഷ്വൽ എഫക്റ്റാണ്. എപ്പോഴും വിഷ്വൽ എഫക്റ്റിന് തന്നെയാണ് നമുക്ക് കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫിലിംസ് ഒക്കെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊരു എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെലിവിഷൻ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫിലിംസ് കാണുന്നു, ന്യൂസുകൾ കേൾക്കുന്നു, ലൈവായിട്ടുള്ള ഇപ്പോൾ കൂടുതലും ലൈവ് ഷോസാണ് കൂടുതലുള്ളത്. ഇപ്പം ഡിബേറ്റുകളൊക്കെ ആയാലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ചർച്ചയ്ക്കൊക്കെ വന്നിരിക്കുമ്പോൾ അതിൻ്റേതായ സ്റ്റുഡിയോസിൽ അവരെ ഡിഫറെൻറ്റ് ലോങ് ഡിസ്റ്റൻസിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ആ ഡിസ്റ്റൻസിലുള്ളതിന് തന്നെ അവരൊരു മൂവിങ് എഫക്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ അവരെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെലിവിഷൻ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതാവുന്നതാണ്. പക്ഷേ നമുക്ക് ഡെഫിനിഷനായിട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ മീനിങ് ആയിട്ട് എഴുതുമ്പോൾ അത്ര വലിയ വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. ഈ ഒരു സെൻറ്റൻസ് പഠിക്കുക, പിന്നെ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എഴുതാവുന്നതാണ്, ഓൺ വേർഡ്സിൽ എഴുതാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. ഇതാണ് ഓറൽ കമ്മ്യൂണിക്കേഷനിലെ ലാസ്റ്റ് മീഡിയയാണ് പബ്ലിക് സ്പീച്ച് ഓർ ലെക്ചർ. പബ്ലിക് സ്പീച്ച് ഓർ ലെക്ചർ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ പറയുന്ന സ്പീച്ച് അത്ര തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് ക്യാൻ ബി പെർഫോംഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മൈക്രോഫോൺ. ദ സ്പീക്കർ കമ്മ്യൂണിക്കേറ്റ്സ് ടു എ ബിഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. The use of visual aids such as slides, films, etc. can make such a type of communication effective. ഇത്രേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൈക്ക് ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ, നമ്മൾ ചിലപ്പോൾ മൈക്ക് ഉപയോഗിച്ചിട്ടായിരിക്കാം, നമ്മൾ ഒരുപാട് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കാം ചെയ്യുന്നത്. അല്ലെങ്കിൽ അല്ലാതെയും നമ്മൾ സ്പീച്ച് നടത്തും. ഇപ്പോൾ ഒരുപാട് സൗണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള മോഡിലാണ് നമ്മൾ സ്പീച്ച് നടത്തുന്നതെങ്കിൽ നമുക്ക് മൈക്കിൻ്റെയോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ അല്ലാത്ത പക്ഷം നമുക്ക് മൈക്സ് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓഡിയൻസിന് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല സ്പീച്ചൊന്നും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ
നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെക്കുറിച്ച് ഒന്നുകിൽ ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഫിലിം അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുള്ളൊരു ടോക്കാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു സെമിനാറാണ് കൊടുക്കുന്നതെങ്കിലൊക്കെ നമ്മൾ എന്തുണ്ടായിരിക്കും, സൈഡിൽ നമ്മൾ സ്ലൈഡ്സ് ആയിട്ട് ഓരോ പോയിന്റുകൾ കാണിക്കുന്നു. അങ്ങനെ ഓരോ പോയിന്റുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു സ്പീക്കർ. അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഫിലിം കാണിക്കായാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എഫക്റ്റിന് വേണ്ടി കാണിക്കുക എന്നുള്ളത്. നമ്മൾ പറയുന്ന ടോപ്പിക്ക് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സ്ലൈഡുകൾ കാണിക്കുന്നു, അതുപോലെ തന്നെ ഫിലിമുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതും. ഫിലിമിൽ ഇപ്പം കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന ചിൽഡ്രൻ ഫിലിംസൊക്കെ ഉണ്ടല്ലോ, ചൈൽഡ് ഫിലിംസ് ഉണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മോഡുള്ളൊരു പടം കാണിക്കുന്നു. എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് സ്പീക്കർ പറയുന്നു, സ്പീച്ച് കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഓഡിയൻസിന് അതിനൊരു ക്ലിയർ പിക്ചർ കിട്ടുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്പീച്ചിൻ്റെ കൂടെ തന്നെ അവർ ഫിലിംസും അതുപോലെ തന്നെ സ്ലൈഡ്സും ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ അനിമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവാം, മൂവിങ് ആർട്ടുകൾ ഉണ്ടായിരിക്കാം, കാർട്ടൂൺസൊക്കെ ആയിട്ട് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ് ക്യാൻ മേക്ക് സച്ച് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി അങ്ങനെയൊക്കെ എഫക്റ്റീവായിട്ട് സ്ലൈഡുകളും അല്ലെങ്കിൽ കാർട്ടൂൺസും ആഡ് പിക്ചേഴ്സ് അതൊക്കെ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് സ്പീച്ച് അല്ലെങ്കിൽ ലെക്ചർ അങ്ങനെ ടൈപ്പുള്ള ലെക്ചർ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാലും ഓഡിയൻസ് ഈ കണ്ടിന്യൂസ് ഈ സ്പീച്ച് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും ബോറടിക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു ചിന്തകളും ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ടോപ്പിക്കിൽ നിന്നും വ്യതിചലിച്ച് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പീച്ച് കുറച്ചും കൂടി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിലിംസ് ആൻഡ് ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എൻഡ് ഓഫ് ദ ഓറൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ ഏതാണ് നെക്സ്റ്റ് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ടൈപ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ തരത്തിലുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ന്യൂസ് ലെറ്റർ, സെക്കൻഡ് ഈസ് ലെറ്റേഴ്സ്, ദെൻ റിപ്പോർട്ട്സ്, മാഗസീൻസ്, മീറ്റിംഗ്, അഡ്വർടൈസിംഗ്, ഇമെയിൽ, ഇൻ്റർനെറ്റ്, ഫാക്സ്, മെമ്മോ, നോട്ടീസസ്, സർക്കുലർ ആൻഡ് മിനിറ്റ്സ്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് ആണുള്ളത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതുമാണ് അല്ലേ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് ഓരോന്നിൻ്റെയും മീനിങ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കാം. നെക്സ്റ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് ടൈപ്പാണ് ന്യൂസ് ലെറ്റർ. അപ്പോൾ എന്താണ് ന്യൂസ് ലെറ്റർ എന്നുള്ള മീനിങ് നമുക്ക് നോക്കാം. എ ന്യൂസ് ലെറ്റർ ഈസ് എ റെഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് പബ്ലിക്കേഷൻ ജനറലി അബൌട്ട് എ മെയിൻ ടോപ്പിക് ദാറ്റ് ഈസ് ഓഫ് ദ ഇൻട്രസ്റ്റ് to its subscribers. Many newsletters are published by clubs, churches, societies, association, business, especially companies. എന്താണ് നമുക്ക് ന്യൂസ് ലെറ്റർ എന്നുള്ളത് നോക്കണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ മലയാള അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാവണം. എന്താണ് ന്യൂസ് ലെറ്റർ? ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് വാർത്താക്കുറിപ്പ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇനി എന്താണെന്ന് നോക്കാം. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഒരു പബ്ലിക്കേഷനാണ്, അതായത് റെഗുലറായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കാം അത് ഓരോരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഏത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് ഇറക്കുന്നത്, വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്, അതുപോലെ ഇരിക്കും അവിടുത്തെ ന്യൂസ് ലെറ്റർ എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് അത് വായിക്കുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള വാർത്തകൾ അങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും ഈ ന്യൂസ് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആരൊക്കെയാണോ അത് വായിക്കാൻ സാധ്യതയുള്ളവർ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ അവരറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ ആയിരിക്കും ഈ ന്യൂസ് ലെറ്ററിൽ ഉണ്ടായിരിക്കുക, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് മിക്കവാറും നമ്മളത് പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പള്ളികളായിരിക്കാം, അല്ലെങ്കിൽ പല പല ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബ്, അങ്ങനെ കുറേ ക്ലബ്ബുകളുണ്ടല്ലോ. അപ്പോൾ അതുമാത്രമല്ല മറ്റ് ചെറിയ ക്ലബ്സും ഉണ്ട്. അപ്പോൾ അവരായിരിക്കാം. അല്ലെങ്കിൽ പല പല സൊസൈറ്റികളുണ്ട് ഓരോരോ സിറ്റീസിലും, അതുപോലെ തന്നെ പല പല ടൗൺസിലൊക്കെയുള്ള പല സൊസൈറ്റികൾ രൂപം കൊണ്ടിട്ടുള്ള അസോസിയേഷനുകൾ, ബിസിനസ്, കമ്പനീസ്, ഇവരൊക്കെ ആയിരിക്കും ന്യൂസ് ലെറ്റേഴ്സ് അധികവും പുറപ്പെടുവിക്കുക. These provide information of interest to their members, customers or employees. ഇതിപ്പോൾ ആരാണോ കമ്പനിയാണെങ്കിൽ അവർക്ക് ആവശ്യപ്പെടുന്ന അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള
ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാൻ നമ്മൾ ആദ്യമേ പറഞ്ഞു. അത് ചിലപ്പോൾ അവരുടെ മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഒരു കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം, അവിടെ ജോലി എടുക്കുന്ന എംപ്ലോയീസ് ആയിരിക്കാം. അപ്പോൾ ഈ 3 കൂട്ടരെയും ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാറ്റഗറി ഓഫ് പേഴ്സൺസിനെയും അറിയാൻ ആഗ്രഹമുള്ള, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരിക. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് ന്യൂസ് ലെറ്റർ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് എന്തൊക്കെയോ പല ആക്ടിവിറ്റീസ് നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ഈ ന്യൂസ് ലെറ്ററിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാലറി ഇൻക്രിമെൻറ്റേഷൻ ആണെങ്കിൽ അത് എംപ്ലോയീസിനെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം മന്ത്ലി ആണ്, നമ്മൾ മാസത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂസ് ലെറ്റർ ഇറക്കുന്നതെങ്കിൽ, അപ്പോൾ ആ മാസത്തിലുണ്ട്, ഈ മാസമാണ് ഇറക്കുന്നതെങ്കിൽ കഴിഞ്ഞ മാസത്തിലുണ്ടായിട്ടുള്ള എന്തായിരിക്കാം നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ സാലറിയിൽ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ ബാധിക്കുന്നു, പുതിയ പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ അവിടുത്തെ മെമ്പേഴ്സിനെ ബാധിക്കുകയാണെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, പുതിയ ക്യാൻറ്റീൻ തുടങ്ങുക, അല്ലെങ്കിൽ അവിടുത്തെ ഐറ്റംസ് കൂട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്. ഇപ്പം എംപ്ലോയീസിനാകുമ്പോൾ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ വിവരങ്ങളും ആയിരിക്കാം, അവരെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കണം, ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അവരത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് പബ്ലിഷ് ചെയ്യുന്ന, അതായത് ആ സ്ഥാപനത്തിൻ്റെ മേധാവി പബ്ലിഷ് ചെയ്യുന്ന ലെറ്ററിനെയാണ് നമ്മൾ ന്യൂസ് ലെറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾസിലാണെങ്കിൽ അവിടുത്തെ മേധാവി ആയിരിക്കാം സ്കൂളിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. സ്കൂളിൻ്റെ കെട്ടിടം മാറ്റുന്നു, അല്ലെങ്കിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു, ഇന്ന തീയതിക്ക് പണി തീർക്കുന്നു, അല്ലെങ്കിൽ പുതിയ കമ്പ്യൂട്ടർ ലാബ് വരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ, ചെറിയ വിവരങ്ങളല്ല വലിയ വിവരങ്ങൾ തന്നെ, പണി നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇനോഗ്രേഷൻ അതിൻ്റെ ഡേറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഫങ്ഷൻസ് എന്നാണ്, അങ്ങനെ എന്തൊക്കെ നടന്നു, അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് ലെറ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് വരുന്നത് ലെറ്ററാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എല്ലാവർക്കും അറിയാം. Letters are the written communication of expression, their opinions, inferences, etc., recorded for later references. The important decisions of business depend upon how well a letter is drafted and posted neatly to the receiver. ഇനി എന്താണ് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും നമ്മുടെ എക്സ്പ്രഷൻ, അല്ലേ, നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള വികാരത്തെ പുറത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാം, അതിനാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഇൻഫ്ലുവൻസുകൾ, നമ്മുടെ നിഗമനങ്ങൾ, ഇതൊക്കെ ഫ്യൂച്ചർ, അതായത് മറ്റൊരു എന്തെങ്കിലും ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം എവിഡൻസ് ഒക്കെ ആയിട്ട് എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് ലെറ്റർ ഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും ഒഫീഷ്യലായിട്ട് എഴുതുമ്പോൾ. അതായത് ഇത്രാം തീയതിക്ക് വന്ന ലെറ്ററിനനുസരിച്ച് ഞാൻ മറുപടി എഴുതുന്നു. ഇത് ഒഫീഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജോയിനിങ് ലെറ്റർ എഴുതുക, ഇപ്പോൾ ഒരു കമ്പനിയിൽ പുതിയതായി ജോലി കിട്ടി, അപ്പോൾ നമ്മളൊരു ജോയിനിങ് ലെറ്റർ എഴുതുന്നു, അതിനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ഏത് കമ്പനിയിലാണോ അവിടെ നിന്ന് നമുക്ക് പെർമിഷൻ ലെറ്റർ കിട്ടുന്നു. അപ്പോൾ അതൊക്കെ ഏത് റെഫറൻസ് വെച്ചിട്ടായിരിക്കും? നമ്മൾ അയച്ച കത്തിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് അവർ തിരിച്ച് നമുക്ക് മറുപടി അയക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് എവിഡൻസ് എടുക്കാനും റിപ്ലൈ തരാനും ഇതിനൊക്കെ ഒരു ബേസ് ആയിട്ടാണ് നമ്മൾ ലെറ്റർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മുടെ എക്സ്പ്രഷൻ, എന്തൊക്കെയാണോ അഭിപ്രായങ്ങൾ, അതൊക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയയാണ് ലെറ്റർ. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റർ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ അതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഓഫ് ബിസിനസ് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ വെൽ എ ലെറ്റർ ഈസ് ഡ്രാഫ്റ്റഡ് ആൻഡ് പോസ്റ്റഡ്. ഇപ്പോൾ റിസീവർക്ക് നമ്മളൊരു ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടൊരു ലെറ്റർ അയക്കുകയാണെങ്കിൽ ആ ഓർഡർ അത്രയും നീറ്റായിട്ടും അത്രയും സ്പെസിഫൈ ചെയ്തിട്ടും അത്രയും ക്ലിയർ ആയിട്ടും നമ്മൾ അയക്കണം ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ. അല്ലാതെ നമ്മളതിൽ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ ഒക്കെ വരുത്തിയിട്ട് അത് കിട്ടുന്ന വിധം, ഇപ്പോൾ കീറിയ ലെറ്റർ കിട്ടുക, അല്ലെങ്കിൽ അത് നീറ്റല്ലാത്ത രീതിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് തന്നെ നമ്മൾ എന്ത് കാര്യത്തിനാണോ അത് അയച്ചത് അത് നടത്തി തരാൻ അയാൾക്ക് തോന്നില്ല. അപ്പോൾ അത് എത്ര നന്നായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്ത് നീറ്റായിട്ട് അവിടെ എത്തിക്കുന്നത്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ബേസ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ലെറ്റർ അയച്ചിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ കാര്യം സക്സസ് ആവണമെങ്കിൽ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്, അത് അയക്കുന്ന രീതി കൂടി അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി തേർഡ് വൺ വരുന്നതാണ് റിപ്പോർട്ട്സ്.
ദ പർപ്പസ് ഓഫ് റിപ്പോർട്ട്സ് ഈസ് യൂഷ്വലി ടു ഇൻഫോം. എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, മറ്റുള്ളവരെ അറിയിക്കുക, ഇൻഫോം ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്. Reports may include persuasive elements such as recommendations, suggestions, or other motivating conclusions that indicate possible future actions the report reader might take. എന്തായിരിക്കും റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് പറയാമെന്ന് മനസ്സിലായല്ലോ. ഇതിൽ ഒരു പെർസ്വേസീവ് എലമെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്യാനുള്ള എലമെൻറ്റ്സ് ഈ റിപ്പോർട്ട്സിലുണ്ട്. ഏതൊക്കെയാണ് ആ എലമെൻറ്റ്സ് നോക്കൂ. റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളിങ്ങനെ ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുക. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്, സജസ്റ്റ് ചെയ്യുക, നമ്മൾ ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് പറയുക. അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അതെങ്ങനെയായിരിക്കും? മോട്ടിവേറ്റിംഗ് കൺക്ലൂഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് പോസിബിൾ ഫ്യൂച്ചർ ആക്ഷൻസ് ദ റിപ്പോർട്ട് റീഡർ മൈറ്റ് ടേക്ക്. ഈ റിപ്പോർട്ട് ആരാണോ വായിക്കാൻ സാധ്യതയുള്ളത് അവരെ കൊണ്ട് അവരുടെ തീരുമാനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കുക, മാറ്റം വരുത്തുക എന്നതാണ് നമ്മൾ ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ട് എഴുതുന്ന വ്യക്തി അയാളുടെ കണ്ടുപിടുത്തങ്ങൾ, അയാൾ നടത്തിയിട്ടുള്ള പല റിസർച്ചുകളും ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു നിഗമനങ്ങളായിരിക്കും അയാളുടെ റിപ്പോർട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെ പോരായ്മകളുണ്ട് ഒരു കമ്പനി മുന്നോട്ട് ഒരു കമ്പനീനെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തി എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ സെയിൽസിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തി കഴിയുമ്പോൾ അയാൾ ഒരു നിഗമനത്തിലെത്തും. ഫൈൻഡിങ്സ്, കൺക്ലൂഷനൊക്കെ എഴുതി കഴിഞ്ഞൊരു നിഗമനത്തിലെത്തിയിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അയാൾ എന്തൊക്കെ കുറവുകളാണ് ആ കമ്പനി വരുത്തിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞു പോകുന്നത്, അത് കൂട്ടാനുള്ള കാരണങ്ങൾ, അതാണ് ഈ പറയുന്നത്. സജഷൻ, അവരെ മോട്ടിവേറ്റ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അപ്പോൾ റെക്കമെൻഡ് ചെയ്യാണ്, നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും, കുറച്ചും കൂടി കസ്റ്റമർ ഫ്രണ്ട്ലി ആയാൽ സെയിൽസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റുകൾ തുടങ്ങുക, സെഗ്മെൻറ്റ്സ് തുടങ്ങുക, കൂടുതൽ വൈഡായിട്ടുള്ള ബിസിനസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സജഷൻസിലോ റെക്കമെൻഡേഷൻസിലൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വായിക്കുന്നത് ആ കമ്പനിയുടെ മേധാവിയാണെങ്കിൽ അയാൾക്ക് എന്ത് തോന്നും? ഓക്കെ, ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കമ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ, അത് തിരുത്താനുള്ള മാർഗ്ഗങ്ങൾ ഈ റിപ്പോർട്ട് വായിക്കുന്ന വ്യക്തി ചെയ്യും എന്നുള്ളതാണ്. അത് അയാൾ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരാൾ മോട്ടിവേറ്റഡ് ആവുന്ന വിധത്തിലായിരിക്കണം നമ്മളെപ്പോഴും ഒരു റിപ്പോർട്ട് എഴുതേണ്ടത്. നമ്മൾ നടത്തിയിട്ടുള്ളൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എപ്പോഴും നമ്മളൊരു റിപ്പോർട്ട് എഴുതുക. അല്ലാതെ വെറുതെ നമുക്ക് ഒരു റിപ്പോർട്ട് എഴുതി കളയാം, അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും റിപ്പോർട്ട് എഴുതുക. നമ്മൾ അതിനു മുമ്പ് ഒരു പഠനവും റിസർച്ചും സ്റ്റഡീസൊക്കെ നടത്തി അത് ടെസ്റ്റ് ചെയ്ത് അത് സക്സസ് ആയി അതിൻ്റെ റെക്കമെൻഡേഷൻ നമ്മൾ നേരിട്ട് കണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിനെ റിപ്പോർട്ട് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ അടുത്ത റിട്ടൺ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്, തേർഡ് വൺ. Fourth one is magazines. Magazines, periodicals or serials are publications generally published on a regular schedule. It contains a variety of articles. Some are distributed only in specific regions or cities. Others are available internationally. നമുക്ക് മാഗസീൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൂടുതൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്കൊന്ന് ഓവറോളായിട്ട് പറയാം. എപ്പോഴൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ്, പലതരത്തിലുള്ള മാഗസീൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലപ്പം സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ വരുത്തുന്ന മാഗസീൻസ് ആയിരിക്കാം, ഇംഗ്ലീഷ് മാഗസീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ന്യൂസ് ആയിട്ടുള്ള എക്കണോമിക് മാഗസീൻസ് ആയിരിക്കാം, സാമ്പത്തിക രംഗമായിട്ട് ബന്ധപ്പെട്ട് ഓൺലി കൊമേഴ്ഷ്യൽ റിലേറ്റഡ് മാഗസീൻസ് ആയിരിക്കാം. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിൽ വായിക്കുന്ന വനിത പോലെയുള്ള ചെറിയ ചെറിയ മാഗസീൻസ് അങ്ങനെയും ആയിരിക്കാം. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഇത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. അത് പീരിയോഡിക്കൽസ് ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കാം, ആഴ്ചയിൽ വരാം, അല്ലേ, അല്ലെങ്കിൽ മാസത്തിൽ വരാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കാം, അതായത് നമ്മൾ പകുതിയായിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇയർലി ആയിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള മാഗസീൻസ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ അറിയേണ്ട വിവരത്തിനാണെങ്കിൽ അങ്ങനെ ടൈപ്സ് ഓഫ് മാഗസീൻസ് ഉണ്ട്. അതിൽ എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ്, അതായത് പലരും പല ടോപ്പിക്കിനെ കുറിച്ചും എഴുതിയിട്ടുള്ള രീതിയിലുള്ള ഓതേഴ്സ് പലതായിരിക്കും, അല്ലാതെ ആ ഓരോ ആർട്ടിക്കിളും പലരും എഴുതിയതായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് വരാം. അതെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മളൊരു മാഗസീൻ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കൂടി ഒരാൾ എഴുതിയൊരു ബുക്ക് അങ്ങനെയല്ല പറയുക. അപ്പോൾ ബുക്സൊക്കെ ആകുമ്പോൾ ഒരു ഓതറേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ മാഗസീൻസിലാകുമ്പോൾ പലരുടെയും എഴുത്ത്, വാർത്ത, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം ഒരു ആർട്ടിക്കിൾ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ട് കഥകളോ കവിതകളോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ചെറിയ ചെറിയ
പലരെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ ചില പേജസ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് തന്നെ പോകും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ചിലപ്പോൾ നമ്മുടെ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ചായിരിക്കാം, ആരോഗ്യരംഗത്തെക്കുറിച്ച്, ഹെൽത്തിനെ കുറിച്ചുള്ള മാഗസീൻസ് ആയിരിക്കാം. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളതായിരിക്കാം. പക്ഷേ എഴുതുന്നതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സൺസ്, പലതരത്തിലുള്ള ആൾക്കാർ എഴുതുന്ന ഒരേ തരത്തിൽ. ഇപ്പോൾ ആരോഗ്യം എന്നുള്ളൊരു മാസികയാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് റിലേറ്റ് ചെയ്ത് വരുന്നതെല്ലാം ഹെൽത്തുമായി സംബന്ധിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കാം. ഇപ്പോൾ ജനറലൈസ് ചെയ്തിട്ടുള്ള മാഗസീൻസിലാണെങ്കിൽ, ബിസിനസ് മാഗസീൻസ് ആണെങ്കിൽ ബിസിനസ് ടോപ്പിക്സ് മാത്രമായിരിക്കും അതിൽ വരിക. പക്ഷേ അതിൻ്റെ ഓരോ പേജസും അല്ലെങ്കിൽ ഓരോ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയും എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ വ്യത്യസ്തമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറെൻറ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഒരേ ടോപ്പിക്ക് തന്നെ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാം കൂടി ഷഫിൾ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ എല്ലാം കൂടി ഡൈവേഴ്സ് പലതരത്തിലുള്ള ടോപ്പിക്സ് വരുന്ന മാഗസീൻസ്, കൂട്ടിയിണക്കിയിട്ടുള്ള മാഗസീൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാരികകളുണ്ട്. അതിനെയൊക്കെയാണ് ഇവിടെ സീരിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ് ഉണ്ട്. പബ്ലിക്കേഷൻസ് ആയിട്ടും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചുള്ള പബ്ലിക്കേഷനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പല പല വ്യക്തികളായിരിക്കും എഴുതുക എന്നുള്ളത്. ഈ പബ്ലിക്കേഷനായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നുകിൽ മന്ത്ലി ആയിരിക്കാം അത് പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കാം, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഓരോ പബ്ലിക്കേഷൻസും വരിക എന്നുള്ളതാണ്. അത് കൂടുതൽ നിങ്ങൾ അങ്ങനെ ഡീപ്പായിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് മാഗസീൻ എന്നുള്ളത്, അതിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ വരുന്നതാണ് some are available only in hard copy or through the internet. They are known as online magazines. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മാഗസീൻസ് അത് ചിലപ്പോൾ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് ചിലത് മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം അത് നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓൺലൈൻ മാഗസീൻസ് എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് പ്രിൻറ്റഡ് ഫോമിൽ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുക. അതിനെയാണ് നമ്മളിവിടെ ഹാർഡ് കോപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ നമ്മൾ ബുക്സ് ആയിട്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പബ്ലിഷ് ചെയ്യുന്നു, അതിനെ നമുക്ക് ഹാർഡ് കോപ്പി എന്ന് പറയാം. അല്ലാത്ത പക്ഷം നമ്മൾ ഇൻ്റർനെറ്റിൽ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓൺലൈൻ ഓർ സോഫ്റ്റ് കോപ്പി ഓഫ് മാഗസീൻ എന്ന് നമുക്ക് പറയാം. ഫിഫ്ത്ത് വൺ ഈസ് മീറ്റിംഗ്. എന്താണ് മീറ്റിംഗ് എന്ന് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഇൻ എ മീറ്റിംഗ് 2 or more people come together for the purpose of discussing a predetermined topic. അല്ലേ? മീറ്റിംഗ് എപ്പോഴും നമ്മൾ വിളിക്കുക എപ്പോഴായിരിക്കും? ഒരു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഉള്ള ആൾക്കാർ തമ്മിലായിരിക്കും. ഒന്നോ അതിലധികമോ എന്ന് പറയാൻ പറ്റില്ല, കാരണം 2 പേര് എന്തായാലും വരും അല്ലേ? അപ്പോൾ 2 or more persons തന്നെയാണ് എപ്പോഴും നമുക്കിവിടെ വരിക, മീറ്റിങ്ങിന് വരിക എന്നുള്ളതാണ്. അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഇൻ അഡീഷൻ to coming together physically, communication lines and equipments can also be set up to have a discussion between people at different locations. അതായത് നമുക്ക് ഫിസിക്കലി നമുക്കറിയാവുന്ന തന്നെയാണ്, നമുക്ക് എപ്പോഴും അടുത്ത് ചെന്നിരുന്ന അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഹാളുണ്ട്, അവിടെ മീറ്റിംഗ് ഹാൾ ഉണ്ടായിരിക്കും, അവിടെ ചെന്നിരുന്ന് മാത്രമേ മീറ്റിംഗ് കൂടാവൂ എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കോൺഫറൻസിങ്ങോ അത് ടെലി കോൺഫറൻസിങ് വഴിയൊക്കെ നമുക്ക് മീറ്റിംഗ്സ് നടത്താവുന്നതാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിന് എക്സാമ്പിളായിട്ട് നമുക്ക് അത് എഴുതാവുന്നതാണ്. മീറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, എത്ര സമയത്തിന് കൂടണം എന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു തെളിവുണ്ടായിരിക്കും നമ്മൾ മീറ്റിംഗ് നടത്തുന്നു എന്നുള്ളതിന്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മീറ്റിംഗ്സിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് നമുക്ക് നോക്കാം. സിക്സ്ത് വൺ, ഇറ്റ് ഈസ് അഡ്വർടൈസിങ്. ഇവിടെ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണത് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് നോക്കാം. ഇറ്റ്സ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ പർപ്പസ് ഓഫ് വിച്ച് ഈസ് ടു ഇൻഫോം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അബൌട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ ആൻഡ് യൂസ് ദം. ഇതെന്താണ് ഈ അഡ്വർടൈസിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതാണോ ആ ഫോക്കസ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ്, അവർക്ക് അവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെയും പല പല സർവീസസിൻ്റെയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതെങ്ങനെ കിട്ടും അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഔട്ട്ലൈനാണ് നമ്മൾ അഡ്വർടൈസിങ്ങിൽ കൊടുക്കുക. Advertisements are generated to increase consumption of products and services through creation of brand image and
ബ്രാൻഡ് ലോയാലിറ്റി. അതായത് എപ്പോഴും അഡ്വർടൈസിങ് എപ്പോഴും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയായിരിക്കും? എപ്പോഴും പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, അവരുടെ ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രോഡക്റ്റ് അതിൻ്റെ സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എങ്ങനെ പോയാലും. അത് ഇപ്പോൾ ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കറൻറ്റ് വ്യൂ ഓഫ് കസ്റ്റമർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ആ കസ്റ്റമറിൻ്റെ മനസ്സിലുള്ള ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു വ്യൂ പോയിൻറ്റിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത് ബ്രാൻഡ് ഇമേജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞാലോ, ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ, ആ കസ്റ്റമറിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അതായത് ആ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ അയാളുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തോന്നൽ നമുക്ക് ബ്രാൻഡ് ലോയാലിറ്റി എന്ന പേരിൽ വിളിക്കാം. അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലിംഗ് വന്നാൽ മാത്രമേ അയാൾ വീണ്ടും വീണ്ടും ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവുള്ളൂ. അതിനെയാണ് നമുക്ക് ഇവിടെ ബ്രാൻഡ് ലോയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡ് ഇമേജും ബ്രാൻഡ് ലോയാലിറ്റിയൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ എയിം. അതുവഴിയാണല്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽസ് കൂടുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആൻഡ് പെർസ്വേസീവ് മെസ്സേജസ്. അതിൽ നമ്മൾ വെറുതെ കുറേ പൈസ ചിലവാക്കി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യല്ല, അതിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള എങ്ങനെ ഉപയോഗിക്കണം, എത്ര വിലയ്ക്ക് വാങ്ങും, എത്ര നാൾ വരെ ഓഫേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും. അത് പെർസ്വേസീവ് മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലേ? അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, അത് നമുക്കിപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ള ഇപ്പോൾ ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ച് ചെയ്യാം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഒന്നുകൂടി പെട്ടെന്ന് ശ്രദ്ധിക്കും. സാധാരണഗതിയിൽ നമ്മളെ സാധാരണ അറിയാത്ത ആൾക്കാരെയൊക്കെ വെച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി സെലിബ്രിറ്റി ആയി നിൽക്കുന്ന നടന്മാരെയോ നടിമാരെയോ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ, അപ്പം എക്സാമ്പിൾ നമ്മൾ മോഹൻലാലിനെ വെച്ച് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി അത് നോക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ് ആയി പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു രീതിക്ക് നമ്മളത് ചിന്തിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മളുടെ പെർസ്വേസീവ് മെസ്സേജ് എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു രീതിക്ക് അങ്ങനെയുള്ള സെലിബ്രിറ്റികൾ പറയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബൈ അഡ്വർടൈസിങ് ഏജൻസി ഓർ ബിഹാഫ് ഓഫ് ദ കമ്പനി. ഒന്നുകിൽ അത് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ആയിരിക്കും ഈ പരസ്യങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ അത് കമ്പനി തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കമ്പനി അതൊരു ഏജൻസീനെ ഏൽപ്പിക്കാനും മതി. അപ്പോൾ അവരായിരിക്കും ഇതിൻ്റെ വാക്യങ്ങൾ എന്തൊക്കെ തരത്തിൽ ആരൊക്കെ ഉപയോഗിച്ച് എത്ര സമയം കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് നിർമ്മിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ 6ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്, അഡ്വർടൈസിങ്.